ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് പുതുഞായറാഴ്ചയ്ക്ക് ശേഷം 4-ാം ഞായറാഴ്ച. ഇന്ന് എവൻഗെലിയോൻ മേശയിൽ നാം വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗെലിയോസ്തയുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. യഹൂദ്യരും ശമര്യരും തമ്മിലുള്ള അകൽച്ചയ്ക്കുള്ള കാരണം മനസ്സിലാകുമ്പോഴാണ് ലൂക്കോസ് എവൻഗെലിയോസ്തയുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ അർത്ഥപൂർണമാകുന്നത്. BC 950 ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്ക് ശമരിയ തലസ്ഥാനമായ പ്രദേശവും തെക്ക് യഹൂദ്യ തലസ്ഥാനമായ പ്രദേശവും. ഈ പ്രദേശങ്ങൾ തമ്മിൽ 35 മൈൽ ദൂരമാണുള്ളത്. വടക്ക് ശമരിയയിലുള്ളവർ തെക്ക് യെരുശലേമിൽ ആരാധനയ്ക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ബേഥേലിലും ദാനിലും 2 ആരാധനാ സ്ഥലങ്ങൾ നിർമ്മിച്ചു. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ശമരിയക്കാർ അധിവസിക്കുന്ന സ്ഥലത്തുകൂടി യഹൂദ്യർ സാധാരണയായി സഞ്ചരിക്കാറില്ല. ശേഖാറിനടുത്തുള്ള ഗരീസീം മലയിലാണ് ശമരിയക്കാർ ആരാധന നടത്തുന്നത്. യഹൂദ്യർ യെരുശലേമിലും എന്ന് നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യഹൂദന്മാർ ശമരിയക്കാരെ വേർതിരുന്നു. കാരണം ശമരിയക്കാർ അസീറിയരുമായി വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ആവർത്തന പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പശ്ചാത്തലത്തിലാണ് യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യവും മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യവും നോക്കുമ്പോഴും നമുക്ക് ഇത് മനസ്സിലാകും. ശമരിയക്കാർ പിന്നീട് ഫിലിപ്പോസിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. തുടർന്ന് പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും യെരുശലേമിൽ നിന്ന് ശമരിയയിൽ വരികയും അവർക്ക് പരിശുദ്ധാത്മ നൽവരം നൽകുകയും ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 4 മുതൽ 25 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു യെരുശലേമിൽ പോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ശമരിയക്കാർ അവനെ സ്വീകരിച്ചില്ല എന്നും ഇന്നത്തെ എവൻഗെലിയോൻ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് യേശുവിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ലൂക്കോസ് എവൻഗെലിയോസ്തയുടെ സുവിശേഷം 9-ാം അധ്യായം 54-ാം വാക്യം. ഏലിയ ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ആണ് അവർ പറയുന്നത്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ ഇത് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന വിളിക്കപ്പെട്ട 3 പേരെയാണ് ലൂക്കോസ് 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത്. അവർ എല്ലാവരും ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. യേശു അവരോട് പറയുന്നത് ഇവിടെ നാം കാണുന്നുണ്ട്. ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോക ആഗ്രഹങ്ങൾ വിട്ടുകളയണം. എങ്കിൽ മാത്രമേ അവന് പൂർണ്ണ രൂപത്തിൽ കർത്താവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് യേശു എടുത്തു പറയുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ശിഷ്യത്വത്തിന് വില കൽപ്പിക്കേണ്ടതുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നതിന് ഈ ലോക സുഖങ്ങൾ ഒന്നും തടസ്സമാകരുത് എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. നാം ഏറ്റെടുക്കുന്ന ദൗത്യം നിർവഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് പിന്മാറരുത് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ലോക ജീവിതത്തിൽ നാം നമ്മുടെ കർത്തവ്യങ്ങളെ നിറവേറ്റണം. അങ്ങനെ ചെയ്യാത്തവർ ആത്മാവിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 2ാമത്തെ മരണം. നമുക്ക് ലഭിക്കേണ്ടതായ ആ 3ാമത്തെ കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ 128-ാം സങ്കീർത്തനം നാം മനസ്സിലാക്കണം. 128-ന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്നവൻ ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും.
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കുമെന്ന് ഈ വേദഭാഗം പറയുന്നു. സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം നയിക്കുന്നവർക്ക് മാത്രമേ ആ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.